ഇന്നത്തെ യാത്രയ്ക്ക് തയ്യാറായി ഞങ്ങൾ ഹോട്ടലിന് പുറത്തെത്തിയപ്പോൾ അവിടെ ഗൈഡ് കിൻലി ഡ്രൈവർ ടെൻസനോടൊപ്പം കാത്തുനിൽപ്പുണ്ടായിരുന്നു. ടെൻസൻ ഞങ്ങളുടെ പെട്ടിയും ബാഗുകളും വാങ്ങി സുരക്ഷിതമായി വാഹനത്തിന് മുകളിൽ കെട്ടിവയ്ക്കുന്ന തിരക്കിലായിരുന്നു. ഞായറാഴ്ചയായതിനാൽ പരിസരത്തും റോഡുകളിലും വളരെ തിരക്ക് കുറവായിരുന്നു. തലേ ദിവസത്തെ ഇമിഗ്രേഷൻ പ്രക്രിയകൾ പൂർത്തിയാക്കി SDF പണം അടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ഞങ്ങൾ ഭൂട്ടാൻ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് തിരിച്ചു. SDF എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീ എന്നാണ് പൂർണ്ണനാമം. ഒരു ടൂറിസ്റ്റ് ഭൂട്ടാനിലെത്തിയ നാൾ മുതൽ ഭൂട്ടാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ദിവസേന ടാക്സ് തുകയാണ് SDF. ഇന്ത്യൻ ടൂറിസ്റ്റിന് ദിവസേന 1200 രൂപയാണ് SDF ആയി അടയ്ക്കേണ്ടത്. ഭൂട്ടാൻ രാഷ്ട്രത്തിൻ്റെയും ഇവിടുത്തെ സാംസ്കാരികതയുടെയും പുരോഗതിക്കായാണ് ഈ SDF ഉപയോഗിക്കപ്പെടുന്നത്. ഞങ്ങൾ ഫുൻഷുലിങ്ങിലുള്ള ഇമിഗ്രേഷൻ ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചേർന്നു. പരമ്പരാഗതമായ ഭൂട്ടാനീസ് മാതൃകയിലാണ് ഈ കെട്ടിടം. ഓഫീസിന് മുൻവശത്തായി യൂണിഫോം ധരിച്ച ജീവനക്കാരെ കാണാനായി. ഇവിടെ തന്നെ മനോഹരമായ ഒരു ഉദ്യാനവും അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓഫീസിലേക്ക് കയറിയപ്പോൾ പാസ്പോർട്ടിൽ എൻട്രി സീൽ വയ്ക്കുവാനും SDF അടച്ച് റിസിപ്റ്റ് വാങ്ങുവാനുമായി കിൻലെ കൗണ്ടറിലേക്ക് നീങ്ങി. കൗണ്ടറുകളിൽ ഇടപാടുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഭൂട്ടാനീസ് മാതൃകയിലുള്ള ചുമർ ചിത്രങ്ങൾ ഓഫീസിലെങ്ങും കാണാൻ സാധിക്കും. ഓഫീസും പരിസരവും അവർ ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. SDF അടച്ച റിസീറ്റും എൻട്രി സീൽ വെച്ച പാസ്പോർട്ടും കിൻലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കായി വിതരണം ചെയ്തു. ഓഫീസിന് പുറത്തെത്തിയപ്പോൾ ഞങ്ങളെയും കാത്ത് കിൻലെ നിൽപ്പുണ്ടായിരുന്നു. പരമ്പരാഗതമായ ഭൂട്ടാനീസ് രീതിയിൽ വെള്ള ഷാളുകൾ അണിയിച്ച് ഞങ്ങളെ കിൻലെ വരവേറ്റു. ബുദ്ധിസപ്രകാരം അഷ്ടമംഗല എന്നറിയപ്പെടുന്ന 8 ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ ഷാളുകളാണ് ഇവ. സ്വർണ്ണ നിറമുള്ള മത്സ്യം, ശംഖ്, ചക്രം, താമരപ്പൂവ് എന്നിവയാണ് ഇവയിൽ ചിലത്. ബുദ്ധമത വിശ്വാസപ്രകാരം സർവസമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഇവ. ഷാളുകൾ അണിഞ്ഞ് ഞങ്ങൾ ഭൂട്ടാൻ്റെ തലസ്ഥാന നഗരമായ തിംഫുവിലേക്ക് യാത്രയാരംഭിച്ചു. ഫുൻഷുലിങ്ങിൽ നിന്നും 4 മണിക്കൂർ യാത്രയാണ് തിംഫുവിലേക്കുള്ളത്. ഫുൻഷുലിംഗ് പട്ടണത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര മെല്ലെ മെല്ലെ വനാന്തരങ്ങളിലേക്ക് പ്രവേശിച്ചു. റോഡിനിരുവശത്തുമായി വൻവൃക്ഷങ്ങളും വലിയ പർവ്വതനിരകളും നിറഞ്ഞ ഈ ചുരങ്ങളിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ്. കോടമഞ്ഞുള്ളതിനാൽ ഈ വഴിയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണെങ്കിലും ഡ്രൈവർ ടെൻസൻ അതൊന്നും വകവയ്ക്കാതെ വണ്ടിയെ മുന്നോട്ട് നയിച്ചു. കിൻലെയും ടെൻസനും ഭൂട്ടാനീസ് ഭാഷയായ സോങ്കയിൽ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റോഡിനിരുവശത്തുമായി വിവിധ വർണ്ണത്തിലുള്ള ടിബറ്റൻ ഫ്ലാഗുകൾ കെട്ടിത്തൂക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോക നന്മയ്ക്കും സമാധാനത്തിനുമായി ഭൂട്ടാനീസുകാർ മന്ത്രങ്ങൾ എഴുതിയ ഈ വർണ്ണക്കൊടികൾ ഭൂട്ടാനീസ് തെരുവുകളിൽ കെട്ടിത്തൂക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. 5 നിറങ്ങളിലായി കാണുന്ന ഈ കൊടികൾ പഞ്ചഭൂതങ്ങളെയും 5 വിസ്ഡം ബുദ്ധകളെയും പ്രതിനിധീകരിക്കുന്നു. കാറ്റിലൂടെ ഈ മന്ത്രം അന്തരീക്ഷത്തിലേക്ക് പ്രവഹിച്ച് ലോകനന്മ സാധ്യമാക്കും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. യാത്രാമധ്യേ അപൂർവമായി കണ്ട ചില പച്ചക്കറിക്കടകളിൽ നാടൻ പച്ചക്കറി വിഭവങ്ങളും ഫലവിഭവങ്ങളും വിൽക്കുവാൻ വച്ചിരിക്കുന്നത് കണ്ടു. അതിനിടയിൽ യാക്കിൻ്റെ പാലിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത് ഉണക്കിയ ചീസ് കട്ടകൾ യാക്കിൻ രോമം കൊണ്ടുണ്ടാക്കിയ നൂലിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപൂർവമായ ഒരു കാഴ്ചയായി. ഇവിടുത്തുകാർ ഈ ചീസ് ഇടയ്ക്കിടെ വായിലിടുന്നത് ഒരു ശീലമാണ്. മാർഗമധ്യേ കണ്ട വീടുകളിൽ ഭൂരിഭാഗവും 3 നിലയുള്ളതായിരുന്നു. ആദ്യത്തെ നില കന്നുകാലികൾക്കും, 2ാം നില വൈക്കോൽ സൂക്ഷിപ്പിനും, 3ാമത്തെ നില താമസിക്കുവാനുമാണ് ഇവിടുത്തുകാർ ഉപയോഗിക്കുന്നത്. തിംഫുവിലേക്കുള്ള മാർഗമധ്യേ ഞങ്ങൾ ഗേഡുവിലുള്ള ഗേഡു സ്തൂപയിലേക്ക് എത്തിച്ചേർന്നു. 11ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ 8 സ്തൂപങ്ങൾ ചോർട്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധദേവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള 8 അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഈ ചോർട്ടൻസ് വളരെ മനോഹരമാണ്. കിൻലെയോടൊത്ത് ഞങ്ങൾ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഒരു വശത്തായി പച്ച നിറത്തിലുള്ള താരാദേവിയുടെ കൊടി ഇളകിയാടുന്നുണ്ടായിരുന്നു. ബുദ്ധമതപ്രകാരം വളരെ പ്രാധാന്യമുള്ള ഒരു ദേവതയാണ് താര. താരാദേവത എല്ലാ ബുദ്ധന്മാരുടെയും മാതാവായി കണക്കാക്കപ്പെടുന്നു. ഒറ്റ നോട്ടത്തിൽ ഈ 8 ചോർട്ടനുകളും ഒരേപോലെ തോന്നുമെങ്കിലും
അവയിലെ കൊത്തുപണികളും ശില്പങ്ങളും വേറിട്ടതാണ്. അഷ്ടമംഗലയിലെ 8 വിശിഷ്ട ചിഹ്നങ്ങളും ഗരുഡന്മാരും ഡ്രാഗണുകളും ഇവയിൽ ഉൾപ്പെടുന്നു. രാവിലെ മുതൽ ഈ സ്തൂപങ്ങളെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്ന വൃദ്ധനായ ഭക്തനെ കണ്ടു. കിൻലെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതേ പ്രവൃത്തി വൈകുന്നേരം വരെ തുടരാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 8 സ്തൂപങ്ങളിൽ 7 സ്തൂപങ്ങളിലും ചില്ലുകൂട്ടിൽ വച്ചിരിക്കുന്ന ബുദ്ധദേവൻ്റെ പ്രതിമ നമുക്ക് കാണാനാകും. ബുദ്ധദേവൻ്റെ മരണത്തെ പ്രതിനിധീകരിക്കുന്ന അവസാനത്തെ സ്തൂപത്തിൽ മാത്രം നമുക്ക് ബുദ്ധദേവനെ കാണാൻ കഴിയില്ല. സ്തൂപങ്ങൾക്കടുത്തായി ഒരുക്കി വച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ അല്പനേരം വിശ്രമിക്കുവാനിരുന്നു. വിശ്രമവേളയിൽ ബുദ്ധമതത്തിലെ ചില മന്ത്രങ്ങളെപ്പറ്റി കിൻലെ പ്രതിപാദിച്ചു. സമാധാനത്തിൻ്റെ മന്ത്രമായ ഓം മാണി പായമേ ഹോം, അതുപോലെ താരാദേവിയുടെ പ്രധാന മന്ത്രമായ ഓം താരേ തൂ താരേ തോരേ സോഹം എന്നീ മന്ത്രങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. വലിയ ചില മന്ത്രങ്ങളുടെ ചുരുക്കരൂപങ്ങളാണ് ഈ മന്ത്രങ്ങൾ. അല്പസമയം കൂടി ഈ ചോർട്ടൻസിന് സമീപം ചിലവഴിച്ചതിന് ശേഷം ബുദ്ധദേവനെ വണങ്ങിക്കൊണ്ട് ഞങ്ങൾ തിമ്പുവിലേക്കുള്ള യാത്ര തുടർന്നു. മുന്നോട്ടുള്ള യാത്രയിൽ വഴി മുഴുവൻ വിവിധ തരത്തിലുള്ള മന്ത്രക്കൊടികളാൽ അലങ്കരിച്ചിരിക്കുന്നത് കാണാനായി. എന്നിരുന്നാലും ഭൂട്ടാനിലെവിടെയും നമുക്ക് അനാവശ്യമായ ഫ്ലക്സ് ബോർഡുകളോ പ്ലക്കാർഡുകളോ കാണാനാവില്ല. ഇവിടം മുഴുവൻ ഭൂട്ടാനീസുകാർ വൃത്തിയായി സൂക്ഷിച്ചു പോരുന്നു. പോകും വഴിയുള്ള പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റാണ് വാങ്ചു ചെക്ക് പോസ്റ്റ്. ഇവിടെ എത്തിയപ്പോൾ പോലീസുകാരൻ ഞങ്ങളുടെ എല്ലാം പാസ്പോർട്ട് വാങ്ങി വിശദമായി പരിശോധിച്ചു. നീല നിറത്തിലുള്ള കുപ്പായവും കറുപ്പ് നിറത്തിലുള്ള തൊപ്പിയുമാണ് ഇവരുടെ യൂണിഫോം. ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. ഉച്ചഭക്ഷണത്തിന് നേരമായതിനാൽ നല്ലൊരു ഭക്ഷണശാലയിൽ ഞങ്ങൾ വണ്ടി നിർത്തി. ഷെൽഗോൺ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഞങ്ങൾ ഹോട്ടലിനകത്തേക്ക് പ്രവേശിച്ചു. വിവിധ തരത്തിലുള്ള ഭൂട്ടാനീസ് ഭക്ഷ്യവിഭവങ്ങളും വീഞ്ഞുകളും ഇവിടെ വിൽക്കുവാനായി വെച്ചിട്ടുണ്ട്. ഹോട്ടൽ മുഴുവൻ വിവിധ തരത്തിലുള്ള ഭൂട്ടാനീസ് പെയിൻറ്റിങ്ങുകളും പലതരത്തിലുള്ള ദേവതകളുടെ രൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഭൂട്ടാനീസ് ഉത്സവങ്ങളിൽ വയ്ക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ മുഖംമൂടിയും ഇവിടെ അലങ്കരിക്കുവാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനിരുന്നു. നൂഡിൽസ് വിഭവങ്ങളായ തുപ്ക, ചൗമീൻ, ഭൂട്ടാൻ്റെ തനത് വിഭവങ്ങളായ ഇമാദാക്ഷി, കിവാദാക്ഷി എന്നിവയാണ് വിഭവങ്ങൾ. നൂഡിൽസും സൂപ്പും കൂടി കലർന്ന രൂപമാണ് തുപ്കയ്ക്കുള്ളത്. ഇമാദാക്ഷിയിൽ ഭൂട്ടാനിൽ കാണുന്ന നീളൻ മുളകും ചീസുമാണ് പ്രധാന ചേരുവകൾ. ഉരുളൻകിഴങ്ങും ചീസും വലിയ മുളകും ആണ് കിവാദാക്ഷിയിലെ രുചിക്കൂട്ടുകൾ. ഇവയെല്ലാം ഭൂട്ടാൻ്റെ രുചിയേറിയ ഭക്ഷ്യവിഭവങ്ങളാണ്. എല്ലാം മതിയാവോളം കഴിച്ച ശേഷം ഞങ്ങൾ തിമ്പുവിലേക്കുള്ള യാത്ര തുടർന്നു. വാങ്ക പ്രദേശത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അധികം വൈകാതെ റോഡരികിലുള്ള വാങ്ക വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഹൈവേയിൽ തന്നെ റോഡരികത്തായി ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം അതിശയകരമായ കാഴ്ചയാണ്. വലിയ കല്ലുകൾ താഴെ വന്നു പതിക്കുന്നത് സ്ഥിരമായതിനാൽ അരികിലേക്ക് പോവാൻ കിൻലെ ഞങ്ങളെ സമ്മതിച്ചില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ എതിർവശത്തായി വലിയ മരനിരകളും താഴ്വരയും കാണാം. താഴ്വരയിലൂടെ അമോച്ചു എന്നറിയപ്പെടുന്ന ടോഴ്സ നദി ശാന്തമായി ഒഴുകുന്നു. അല്പനേരം ഇവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. മാർഗമധ്യേ 105 മീറ്റർ ദൈർഘ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു പാലമാണ് താണാലുങ് ചു പാലം. ഫുൻഷുലിങ്ങിൽ നിന്നും തിംഫുവിലേക്കുള്ള യാത്ര 19.5 കിലോമീറ്റർ കുറയ്ക്കുവാൻ ഈ പാലം പണിയുന്നതിലൂടെ ഭൂട്ടാന് സാധിച്ചു. വളരെ കാറ്റുള്ളൊരു പ്രദേശമാണ് ഇവിടം. ഇവിടെ പതിവ് പോലെ വർണ്ണക്കൊടികൾ ധാരാളം കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അല്പനേരം ഇവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. റോഡിൻ്റെ ഒരു വശത്തായി വലിയ പാറക്കൂട്ടങ്ങളും വൻവൃക്ഷങ്ങളും നിറഞ്ഞ വനപ്രദേശങ്ങൾ ധാരാളം കാണാം. ഭൂട്ടാനിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാഷ്ട്രമായി ഭൂട്ടാൻ മാറിയത്. അധികം വൈകാതെ ഞങ്ങളുടെ യാത്ര ചൂസോം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. ഭൂട്ടാൻ ബിലീവ് എന്ന ബോർഡുകൾ ഭൂട്ടാനിൽ എവിടെയും കാണാം. അതെ, ഭൂട്ടാൻ വിശ്വാസങ്ങളിൽ അടിയുറച്ച രാഷ്ട്രമാണ്. ഇവിടെ വെച്ചാണ് പാരോയിൽ നിന്ന് വരുന്ന പാച്ചു നദിയും
തിംഫുവിൽ നിന്ന് വരുന്ന തിംചു നദിയും ഒന്നായി വാങ്ചു നദി രൂപപ്പെടുന്നത്. ഇന്ത്യൻ ഭൂട്ടാൻ സൗഹൃദത്തിലൂടെ ഇന്ത്യ ഭൂട്ടാനായി പണിതുകൊടുത്ത കവാടവും പാലവുമാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ വെച്ചാണ് പാരോയിലേക്കും തിംഫുവിലേക്കും വഴി രണ്ടായി വിഭജിക്കുന്നത്. തിംഫു കവാടം കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അധികം വൈകാതെ ഞങ്ങൾ തലസ്ഥാന നഗരിയായ തിംഫുവിലേക്ക് എത്തിച്ചേർന്നു. വളരെ തിരക്കേറിയ പട്ടണമാണ് തിംഫു. വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും കച്ചവട സ്ഥാപനങ്ങളും ഇവിടെ ധാരാളമുണ്ട്. ഭൂട്ടാനിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് 6 നിലയെ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട്. പട്ടണപ്രദേശം പോലും വനത്താൽ ചുറ്റപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും അധികം ശുദ്ധവായു ലഭിക്കുന്ന ഇടമായി ഭൂട്ടാൻ മാറിയത്. ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. പട്ടണത്തിൽ തന്നെയുള്ള കംസും ഇൻ എന്ന ഹോട്ടലാണ് ഇത്. വളരെ മനോഹരമായ ഒരു ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലിനകത്തേക്ക് പെട്ടിയും ബാഗുകളുമായി പ്രവേശിച്ചു. ഹോട്ടലിലെത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാരികൾ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് നൽകി സ്വീകരിച്ചു. ഭൂരിഭാഗവും സ്ത്രീകളാണ് ഇവിടെ ജീവനക്കാരായും കച്ചവടക്കാരായും പ്രവർത്തിക്കുന്നത്. അതൊരു വേറിട്ട കാഴ്ചയാണ്. ജ്യൂസ് രുചിച്ചു കുടിച്ച് മുറിയിൽ കയറി അല്പം വിശ്രമിച്ച ശേഷം ഞങ്ങൾ തിംഫു പട്ടണം നടന്നു കാണുവാൻ ഇറങ്ങി. റോഡിലൂടെ വാഹനങ്ങൾ വളരെ ശാന്തമായി മുന്നോട്ട് നീങ്ങുന്നു. ഭൂട്ടാനിൽ എവിടെയും ഇങ്ങനെയാണ്. വളരെ ശാന്തരായ മനുഷ്യരെയാണ് എങ്ങും കാണാൻ കഴിയുക. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വളരെ തിരക്കേറിയൊരു പ്രദേശമാണ് ഇവിടം. പലതരത്തിലുള്ള വീഞ്ഞുശാലകളും ഭക്ഷണശാലകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ധാരാളമുണ്ട്. ഡ്രുക്ക് എന്ന വാക്കിൽ തുടങ്ങുന്ന ധാരാളം സ്ഥാപനങ്ങളും ഇവിടെ കാണാം. ഡ്രുക്ക് എന്നാൽ ഡ്രാഗൺ എന്നാണ് അർത്ഥം. തങ്ങളുടെ രാജ്യത്തെ ഇന്നും സംരക്ഷിച്ചു പോരുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്ന ഈ ഡ്രാഗൺ എന്ന വാക്ക് അവർ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നു. ഞങ്ങൾ ഇവിടെയുള്ളൊരു പച്ചക്കറി മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു. ഈ മാർക്കറ്റിലൂടെയാണ് തിംഫുവിൻ്റെ പ്രധാന പട്ടണ കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. പലതരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റും കൂടാതെ പലതരത്തിലുള്ള കടകളും ഇവിടെ കാണുവാനാകും. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വഴിയരികിൽ 2 ബുദ്ധ സന്യാസിമാർ ഭിക്ഷയാചിക്കുവാനിരിക്കുന്നു. പ്രത്യേകതരം വസ്ത്രധാരണമാണ് ഇവർക്ക്. പ്രാർത്ഥനാ ചക്രങ്ങളും മന്ത്രങ്ങളും ഇവർ സദാ ഉരുവിട്ടിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞങ്ങൾ വലിയൊരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. ഭൂട്ടാനിൽ പ്രത്യേകിച്ച് തിംഫുവിൽ ട്രാഫിക് സിഗ്നലുകൾ എവിടെയും കാണാനാവില്ല. ട്രാഫിക് സംവിധാനം നിയന്ത്രിക്കുന്നത് പോലീസുകാരാണ്. ട്രാഫിക് പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് വാഹനങ്ങൾ ശാന്തതയോടെ മുന്നോട്ട് നീങ്ങുന്നു. പലതരം രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ ഭൂട്ടാനിൽ കാണുവാനാകും. ചുവപ്പ് നമ്പർ പ്ലേറ്റുള്ള BP എന്ന വാഹനങ്ങൾ ഭൂട്ടാൻ പ്രൈവറ്റ് വണ്ടികളാണ്. മഞ്ഞ നിറത്തിലുള്ള BT രജിസ്ട്രേഷനാണ് ടാക്സികൾക്ക് നൽകിയിട്ടുള്ളത്. BG രജിസ്ട്രേഷൻ ഭൂട്ടാൻ ഗവൺമെൻറ്റിനുള്ളതാണ്. കറുപ്പ് നിറമുള്ള നമ്പർ പ്ലേറ്റിൽ RBG എന്ന രജിസ്ട്രേഷനാണ് റോയൽ ബോഡി ഗാർഡുകൾക്ക് നൽകിയിട്ടുള്ളത്. RBA എന്ന രജിസ്ട്രേഷൻ റോയൽ ഭൂട്ടാൻ ആർമിക്കും. ജംഗ്ഷനിലൂടെ പോലീസ് വാഹനം കടന്നു പോകുമ്പോൾ ഇദ്ദേഹം ഭംഗിയായി സല്യൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. വളരെ മനോഹരമാണ് ഇവരുടെ സല്യൂട്ട്. അല്പനേരം ഇദ്ദേഹത്തെ നോക്കി നിന്ന ശേഷം ഞങ്ങൾ വഴിയോരത്ത് തന്നെയുള്ള ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിലേക്ക് പ്രവേശിച്ചു. പലതരത്തിലുള്ള ബുദ്ധദേവതാ പ്രതിമകൾ ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇവ. നഗരത്തിൻ്റെ ഒരറ്റത്തുള്ള കരകൗശല മാർക്കറ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പലതരം വസ്തുക്കൾ ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. കീ ചെയിനുകൾ, ബാഗുകൾ, പരുത്തുനൂലുകൊണ്ട് നിർമ്മിച്ച പേഴ്സുകൾ, ചുമരിൽ തൂക്കുന്ന പ്രത്യേകതരം ചിത്രങ്ങൾ എന്നിവയാണ് ഇവയിൽ ചിലത്. പലതരത്തിലുള്ള മുഖംമൂടികളും ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. വിശിഷ്ട ജീവികളായ പുലി, സിംഹം, ഗരുഡൻ, ഡ്രാഗൺ എന്നിവയാണ് ഭൂരിഭാഗവും. പലതരം ഭൂട്ടാനീസ് പാത്രങ്ങളും പ്രത്യേക തരത്തിലുള്ള വീഞ്ഞ് ശേഖരിക്കുന്ന നീണ്ട കുഴൽ രൂപത്തിലുള്ള പാത്രങ്ങളും ഇവിടെയുണ്ട്. സോവനീറുകളും പ്രാർത്ഥനാ കൊടികളും ഇവിടെ വിൽക്കുവാൻ വച്ചിരിക്കുന്നു. മുഖംമൂടി വാങ്ങിയപ്പോൾ അതിൻ്റെ പണം 2 കൈയും നീട്ടി ബഹുമാനത്തോടെയാണ് ജീവനക്കാരി സ്വീകരിച്ചത്. ഭൂട്ടാനീസുകാർ ഇന്നും ഇങ്ങനെയാണ്. അവരുടെ വിശ്വാസങ്ങളിൽ അവർ അടിയുറച്ചു നിൽക്കുന്നു. എന്തിനേയും ബഹുമാനത്തോടെ കാണുവാനും സ്നേഹത്തോടെ പരിപാലിക്കുവാനും അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും സമാധാനം ലഭിക്കുന്ന രാഷ്ട്രമായി ഭൂട്ടാൻ മാറിയത്. തിംഫു നഗരത്തിൻ്റെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മുറിയിലേക്ക് വിടവാങ്ങി. 3-ാം ദിവസത്തെ ഭൂട്ടാൻ യാത്രയുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.
എല്ലാ യാത്രാസ്നേഹികൾക്കും നന്ദി.